warahmatullahi wabarakatuh. Alhamdulillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan 'abduhu wa rasuluhu أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ راجعون. സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഒരു ജീവിതം നൽകിയിട്ടുള്ളത്, ഖുർആനിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ജനനവും മരണവുമൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത് ഒരു പരീക്ഷണമായിക്കൊണ്ടാണ്. അല്ലാഹു പറയുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണവും, ജനനവും മരണവുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു പരീക്ഷണമെന്ന നിലക്കാണ്. ആരാണ് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് നോക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു പരീക്ഷണമാണ്. നമ്മൾ ഈ ലോകത്ത് ജനിച്ചു വീണത് തന്നെ ഒരു പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ പരീക്ഷണമായ ജീവിതത്തിൽ പലതരത്തിലുമുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അപ്പോൾ പരീക്ഷണമെന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ മനുഷ്യൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും മാത്രമാണ് പരീക്ഷണം എന്നാണ് വിചാരിക്കുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് നേട്ടമായി നമുക്ക് തോന്നുന്നതും പരീക്ഷണമാണ്. ഒരു മനുഷ്യൻ നല്ലൊരു വീടുണ്ടാക്കി, ആ വീടിൻ്റെ കുടിയിരിക്കലിന് വേണ്ടി നമ്മളെ ക്ഷണിച്ചു. നമ്മൾ അവിടെയൊക്കെ പോയി വീടൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പറയാം, ഇതൊക്കെ അള്ളാൻ്റെ ഒരു പരീക്ഷണമാണ്, ഇതൊക്കെ അള്ളാൻ്റെ ഒരു വിധിയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അത് ഉൾക്കൊള്ളാൻ ആളുകൾക്ക് പറ്റൂല. അതേപോലെ തന്നെ നമ്മളൊരു മരണ വീട്ടിൽ പോയി, അവിടെ മയ്യത്തിനെടുത്തിരുന്ന് ചിലപ്പോൾ അതിന് ബന്ധുമിത്രാദികൾ, കുടുംബങ്ങളൊക്കെ കരയുന്നുണ്ടാവും. അവിടെ പോയിട്ട് നമ്മൾ അവരെ തലോടി ഇസ്ലാമികപരമായ മര്യാദകൾ പാലിച്ച് സുന്നത്ത് എന്നുള്ള നിലക്ക് നമ്മളവിടെ തഅസിയത്തൊക്കെ നടത്തിയിട്ട് വരുമ്പോൾ അള്ളാൻ്റെ വിധിയാണ്, അതൊക്കെ പരീക്ഷണമാണ്, നമ്മൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അവരത് ഉൾക്കൊള്ളും. എന്നാൽ നമുക്ക് കിട്ടിയൊരു നേട്ടം അത് അല്ലാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്, അത് അല്ലാഹുവിൻ്റെ ഒരു വിധിയുടെ ഭാഗമാണ്, അവൻ്റെ നിർണയത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമാണ് എന്ന് വിചാരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും ലാഭവും നഷ്ടവും നന്മയും തിന്മയും ഒക്കെ തന്നെയും അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ്. എന്നാൽ ചിലതൊക്കെ നമുക്ക് നന്മയായി തോന്നുന്നു എന്ന് മാത്രം, ചിലതൊക്കെ നമുക്ക് കോട്ടമായി തോന്നുന്നു എന്ന് മാത്രം. ഒരു മനുഷ്യൻ, അയാളുടെ മകൻ മരണപ്പെട്ടു, അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു മകൻ +2 പഠിക്കുന്ന സമയത്ത് മരണപ്പെടുക. അദ്ദേഹത്തിന് വലിയ സങ്കടം ഉണ്ടായി, പ്രയാസമുണ്ടായി. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അയാളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവൻ്റെ മരണം ആലോചിക്കുമ്പോൾ ഭയങ്കര പ്രയാസമുണ്ട്, സങ്കടമുണ്ട്, എന്നാലും അവൻ്റെ ആ +2 കാലഘട്ടം കഴിഞ്ഞാൽ അവൻ എൻജിനീയറിങ്ങിന് പോകണം എന്നൊക്കെയുള്ള ആഗ്രഹമായിരുന്നു. ഇപ്പോഴത്തെ കാലത്തൊക്കെ കുട്ടികൾ പലപ്പോഴും കോളേജുകളിലൊക്കെ പോയിട്ട് വഴി തെറ്റി പോകുന്നുണ്ട്. എൻ്റെ മകൻ മരിക്കുന്ന സമയത്ത് എൻ്റെ വിശ്വാസം അവന് വളരെ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത അവസ്ഥയിലായിരുന്നു, നന്മയിൽ വ്യാപൃതനായ അവസ്ഥയിലായിരുന്നു, ദീനീ പ്രബോധന രംഗത്തൊക്കെ അവൻ സജീവമായിരുന്നു. ഒരുപക്ഷെ
അവന് കോളേജിലൊക്കെ പോയി ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പോലെ സ്വതന്ത്ര ചിന്തകളിലേക്ക് മതനിരാസത്തിലേക്കൊക്കെ അവൻ കടന്നുപോയാലോ, ഒരുപക്ഷെ അള്ളാഹു അവനെ നേരത്തെ കൊണ്ടുപോയത് ഹൈറായിരിക്കും എന്നിപ്പോൾ എനിക്ക് തോന്നുകയാണെന്നുള്ളത്. ഒരു മനുഷ്യന് കോട്ടമായി തോന്നുന്നത്, അവന് നഷ്ടമായി തോന്നുന്നത്, അവന് പ്രയാസമായി തോന്നുന്നത് ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ നന്മയായിരിക്കാം എന്നുള്ളത്. അള്ളാഹു ആ കാര്യം നമ്മളെ ഉണർത്തുന്നുണ്ട്. ചില വിഷയങ്ങൾ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നന്മയായി തോന്നുന്നു. അസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും. ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മേൽ നന്മയായിട്ടാണ് തോന്നുന്നത്, പക്ഷെ അത് നിങ്ങൾക്കൊരു പക്ഷേ ഷർറായിരിക്കും. വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിന്മയായിട്ടാണ് നിങ്ങൾ തോന്നുന്നത്, വെറുക്കപ്പെട്ട കാര്യങ്ങളായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്, പക്ഷെ അതൊരു പക്ഷേ നിങ്ങൾക്ക് നന്മയായിരിക്കാം. അതൊക്കെ അള്ളാഹുവിനാണ് അറിയുന്നത് എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളെന്ന് പറയുന്നിടത്ത് ആ പരീക്ഷണം എന്നതിനെ തന്നെ നമ്മളൊന്ന് വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. എന്താണ് പരീക്ഷണം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരാൾക്ക് അള്ളാഹു നല്ല സന്താനങ്ങൾ നൽകി, നല്ല സമ്പത്ത് നൽകി, അത് അയാളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമായിട്ട് മാത്രമാണ് അയാൾ കാണുന്നത് എങ്കിൽ അയാൾ പരാജയപ്പെട്ടവനാണെന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ദുനിയാവിൽ കിട്ടുന്ന അലങ്കാരങ്ങളാണ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ. ദുനിയാവിലുള്ള ചില അലങ്കാരങ്ങൾ മാത്രം. മറ്റൊരിടത്ത് അതൊക്കെ ഫിത്നയാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സന്താനങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ സമ്പത്തുമൊക്കെ ഫിത്നയാണ് എന്ന് പറഞ്ഞത്, അതൊക്കെ കുഴപ്പങ്ങളാണ്, പരീക്ഷണമാണ് എന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പരീക്ഷണം എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ, അതേപോലെ തന്നെ കോട്ടങ്ങൾ, ഇതെല്ലാം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരീക്ഷണമായി നൽകിയിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മൾക്ക് ക്ഷമിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ ധാരാളമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ക്ഷമ അവലംബിക്കേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ നമുക്കുണ്ടാകും. പ്രത്യേകിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞു. ആ കാര്യങ്ങൾ മനുഷ്യന് മുഖ്യമായും വരുന്ന പരീക്ഷണങ്ങളാണ്. അവിടെ ക്ഷമിക്കേണ്ട സാഹചര്യങ്ങൾ വരുന്ന കാര്യമാണ്. അള്ളാഹു ഇപ്രകാരമാണ് പറഞ്ഞത്, വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂ. വലനബ്ലുവന്നക്കും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അറബി ഭാഷയിൽ തഅക്കീദിന് വേണ്ടി ചില സംഗതികൾ ഉപയോഗിക്കും, ഉറപ്പിച്ചു പറയാൻ വേണ്ടി ചില സംഗതികൾ ഉപയോഗിക്കും. ഈ ആയത്തിൽ, ഈ ഒരു വാക്യത്തിൽ 2 സ്ഥലത്താണ് അത് ഉറപ്പിച്ചു പറയാൻ വേണ്ടി പറഞ്ഞത്. വല എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഉറപ്പാണ്. നബ്ലുവന്നക്കും, നിശ്ചയമായും പരീക്ഷിക്കും. അപ്പോൾ പരീക്ഷണം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്, അതിൽ സംശയമൊന്നുമില്ല. പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫ്, ചില തരത്തിലുള്ള ഭയപ്പാടുകളിലൂടെ, പേടികളിലൂടെ നിങ്ങളെ പരീക്ഷിക്കും. അല്ലേ, ഭയപ്പാടുകൾ എന്താണ് എന്നുള്ളത് നമുക്കാർക്കും പറഞ്ഞു എന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇന്നലെ പകൽ സമയങ്ങളിൽ, ഒരുപക്ഷെ രാവിലെ സമയങ്ങളിൽ സമാധാനത്തോടു കൂടി കഴിഞ്ഞുകൂടിയിരുന്ന GCC രാജ്യങ്ങൾ പലതും, സൗദി അറേബ്യയും ഖത്തറും അതേപോലെ തന്നെ UAE അടക്കമുള്ള രാജ്യങ്ങൾ, അവർ അത്താഴം കഴിക്കുന്ന സമയത്ത് ഒരു പേടി അവർക്കുണ്ടായിരുന്നില്ല. എന്നാൽ അവരുടെ ളുഹർ നമസ്കാരം അസർ നമസ്കാരത്തിനുമൊക്കെ ഇടയിലുള്ള സമയത്ത് അവരെ ഒരു തരം ഭയം പിടികൂടിയിട്ടുണ്ട്. ഇന്നലെ വാർത്തകൾ കണ്ടുവന്ന സമയത്ത് തന്നെ റിയാദിലുള്ള നമ്മുടെ ഒരു സുഹൃത്തിന് മെസ്സേജ് അയച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടെയൊക്കെ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, എന്താണ് ആകാമെന്നൊന്നും അറിയില്ല, അള്ളാഹു ഖൈറാകട്ടങ്ങൾ പ്രാർത്ഥിക്കുന്നുള്ളത്. എത്ര നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഒരു നാടിൻ്റെ സമാധാനവും ശാന്തിയും ഒക്കെ മാറിമറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊക്കെ തന്നെ പേടിയുണ്ടായി, നമ്മളൊക്കെ ഭയപ്പെട്ടു. എന്താണ്, GCC രാജ്യങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ നാടുകളിലായിരിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ സഹോദരങ്ങളിൽ പലരും ഇന്ന് GCC രാജ്യങ്ങളിലുള്ളത്. അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നു, പ്രയാസം ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് ഭയമാണ്. അതേപോലെ തന്നെ പലതരത്തിലുള്ള വിഷയങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ പരീക്ഷണമാകുന്ന ഭയം എന്ന് പറയുന്നത് പേടിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അത് അള്ളാഹു ഉറപ്പിച്ചു പറയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ വൽജൂ, വിശപ്പ് കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ മുൻകാലഘട്ടങ്ങളിലുള്ള ആളുകൾ പറയുന്ന കേട്ടുകേൾവികളിലൂടെ മാത്രമേ വിശപ്പെന്താന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയ കഥകൾ മാത്രമേ ഉള്ളൂ. അനുഭവിച്ചവർ ഈ കൂട്ടത്തിൽ ഉണ്ടാകും. ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാതെ പ്രയാസപ്പെട്ടൊരു സാഹചര്യം. അപ്പോൾ പലപ്പോഴും ആധുനിക കാലഘട്ടത്തിൽ നമ്മളൊക്കെ പല ആളുകളും ഭക്ഷണം നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഭക്ഷണമുണ്ട്, അത് വാങ്ങാനുള്ള, കഴിക്കാനുള്ള, പാകം ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ്, ഞാൻ ഡയറ്റാണ്. ചില ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ, അല്പം മാത്രം കഴിക്കാൻ, എന്നാൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്ത സാഹചര്യം. അപ്പോൾ ചില പുസ്തകങ്ങളിലൊക്കെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ എഴുതി ചില പുസ്തകത്തിൽ തന്നെ വായിക്കാനിടയായിട്ടുള്ള എന്താ, സ്കൂളിലേക്ക് പോകുമ്പോൾ ഒന്നും കഴിക്കാതെയാണ് പോണത്. അപ്പോൾ ഉമ്മ പറയുന്നതാണ് എന്ത്, ഉച്ചക്ക് വരുമ്പോഴത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ സ്കൂളിൽ നിന്ന് 2-3 കിലോമീറ്റർ നടന്നു വരികയാണ്, ഉച്ചക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ വീട്ടിലെത്തുമ്പോൾ എന്താണ്, ഒന്നും ആയിട്ടില്ല മോനെ, ഒന്നുമില്ല മോനെ, വൈകുന്നേരത്തേക്ക് നോക്കാം എന്ന് പറഞ്ഞ് തിരിച്ചു പറഞ്ഞേക്കാൻ.
അപ്പോൾ ആ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്ന ആ ആരോഗ്യമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിലെങ്കിലും ഉറക്കം തൂങ്ങാതെ ഇരിക്കാമായിരുന്നു എന്ന് ചിന്തിച്ചൊരു കാലഘട്ടം ആധുനിക കാലഘട്ടത്തിലെ കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തമാശയായിട്ടാണ് അവർക്ക് തോന്നും. അവർ പട്ടിണി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അല്ലേ. എന്നാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള പലയിടങ്ങളിലും പട്ടിണിയെക്കുറിച്ച് നമ്മൾ അറിയുന്നുണ്ട്. ഇതുപോലെയുള്ള പല ക്ലാസ്സുകളിലും പല പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പട്ടിണിയൊക്കെ എടുത്തുപോയി, ഇവിടെ പാരാ പട്ടിണി കിടക്കുന്നത് അല്ലേ. എന്നാൽ ഇന്നും നമ്മളൊക്കെ ഇന്ന് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെയൊക്കെ ഇടങ്ങളിൽ റെഡിയായിരിക്കുമ്പോഴും ഇന്ന് നോമ്പുറക്കാൻ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്ന ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നത് ഒരു അതിശയത്തിന് വേണ്ടി ഞാൻ പറയുന്നത്. അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നാടുകളിലെ പല സംഘടനകളും പല സന്നദ്ധ സംഘടനകളും അവരിതുപോലെയുള്ള ഇടങ്ങളിൽ ചെന്ന് നോക്കിയപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ എത്ര വലിയ അനുഗ്രഹത്തിലാണ് നമ്മളായിരിക്കും. അവിടെ അള്ളാഹു പറയുന്നത് നിങ്ങളെ പട്ടിണി കൊണ്ട് പരീക്ഷിക്കുക തന്നെ ചെയ്യും. അതിപ്പോൾ ഇന്നുള്ള സാഹചര്യം ആയിക്കൊള്ളുന്നില്ല നാളെ എന്നുള്ളതാണ്. ഇന്നുള്ള സാഹചര്യം ആയിക്കൊള്ളുന്നില്ല നാളെ. ഒരു ബോംബ് ഭീഷണി വന്ന സമയത്ത് ഗൾഫ് നാടുകളിൽ എന്താ സംഭവിച്ചത് നമുക്കറിയാം. അവിടെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പേടിയായ സാഹചര്യം ഉണ്ടായി. അവിടെ ചിലപ്പോൾ പട്ടിണികളിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഏത് സമയത്തും മറിയാവുന്ന സാഹചര്യം ഉണ്ടാകും. വീണ്ടും അല്ലാഹു പറയും വനഖ്സിം മിനൽ അംവാൽ, ഒരുപാട് തരത്തിലുള്ള സാമ്പത്തികമായ നഷ്ടങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കും. അതേപോലെ തന്നെ വൽ അൻഫുസ്, മനുഷ്യന്മാരുടെ മരണത്തിലൂടെ, ശാരീരികമായ കോട്ടങ്ങളിലൂടെ, വസ്സമറാത്ത്, ഫലവർഗങ്ങളിലുള്ള, അതേപോലെ തന്നെ കൃഷി നാശത്തിലൂടെയുള്ള പരീക്ഷണങ്ങളുണ്ട്. ഈ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും നേരിൽ കാണാൻ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുടെ വിയോഗങ്ങൾ കൊണ്ട് നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള സാമ്പത്തികമായ നഷ്ടങ്ങൾ സംഭവിച്ച കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഫലവർഗങ്ങൾ കൊണ്ട്, കൃഷിനാശങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടാറുണ്ട്. നമ്മളൊക്കെ കേട്ടുകേൾവികൾ മാത്രമുണ്ടായിരുന്ന പ്രളയങ്ങളും വെള്ളപ്പൊക്കങ്ങളും ഒക്കെ നമ്മുടെ നാടും കുറച്ച് കാലങ്ങളായിട്ട് അനുഭവിച്ചു വന്നു. നമ്മളൊക്കെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകളൊക്കെ നമ്മുടെ വീടുകളിലേക്ക് വരാറുണ്ട്. ആസാമിൽ നിന്നും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ. ഞങ്ങളുടെ നാട്ടിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി, വലിയ പ്രളയമുണ്ടായി, എല്ലാം നഷ്ടപ്പെട്ടു, സഹായിക്കണമെന്ന് പറഞ്ഞ് പല ആളുകളും വരാറുണ്ട്. ആ കൂട്ടത്തിൽ ഗുജറാത്തിലുണ്ടായ ഒരു ഭൂകമ്പത്തിന് ശേഷം, അവിടെയുണ്ടായ പ്രകൃതി ദുരന്തത്തിന് ശേഷം നമ്മുടെയൊക്കെ വീടുകളിലൂടെ ചിലപ്പോൾ കയറി ഇറങ്ങിയിട്ടുണ്ടാവും ആ മനുഷ്യൻ. അയാളെക്കുറിച്ച് പിന്നീട് പത്രമാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു പറഞ്ഞെന്താ, അദ്ദേഹം ഗുജറാത്തിലെ ഗൾഫ് നാടുകളിലേക്ക്, UK പോലെയൊക്കെയുള്ള നാടുകളിലേക്ക് ഡ്രസ്സുകൾ കയറ്റി അയച്ചിരുന്ന കമ്പനിയുടെ ഉടമസ്ഥനാണെന്ന്. വലിയ പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങൾ നഷ്ടപ്പെടാൻ, ബാങ്ക് ഡീറ്റെയിൽസുകളും മറ്റുള്ള എല്ലാ സംഗതികളുമായി നഷ്ടപ്പെട്ട് നമ്മുടെയൊക്കെ വീടുകളിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു എന്നാണ്, നിങ്ങളിട്ട് ഒഴിവാക്കിയ കുപ്പായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണം എന്ന് പറഞ്ഞ അയാൾ വന്നു എന്നുള്ളത്. ആരോ പറഞ്ഞു കൊടുത്താണ് കേരളത്തിലേക്ക് പോയാൽ മതി, അവിടെ എന്തെങ്കിലുമൊക്കെ സംഭാവനകളൊക്കെ കിട്ടുന്നുണ്ട്. ആലോചിച്ചു, ഒരു മനുഷ്യൻ ഒരു രാത്രി ഇരട്ടി വെളിക്കുമ്പോഴേക്കും എന്തായി തീർന്നു എന്നുള്ളത് നമ്മൾ കാണാം. ഇന്നലെയൊക്കെ ആയിട്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പുനരധിവാസ പദ്ധതികളൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണാൻ. എത്ര സെക്കൻഡുകൾ കൊണ്ടാണ് ജനങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരായി മാറിയത് നമ്മൾ കാണാൻ. അള്ളാന്റെ പരീക്ഷണം അങ്ങനെ ഉണ്ടാകും. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിശ്വാസികൾക്ക് എന്താണ് ചെയ്യാനുള്ളത്? എന്താണ് അവർക്ക് ചെയ്യാനുള്ളത്? സങ്കടപ്പെടാനാണോ? നിരാശപ്പെടാനാണോ? എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നിലവിളിക്കാനാണോ? അള്ളാഹു പറയാണ് സന്തോഷിക്കാൻ വകയുണ്ട് എന്ന്. സന്തോഷിക്കാൻ വകയുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ സന്തോഷിക്കാൻ നമുക്ക് കഴിയുന്നത്? അള്ളാഹു പറയാൻ വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകളുണ്ടോ, ക്ഷമ അവലംബിക്കുന്ന ആളുകളുണ്ടോ, അവർക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. അവർക്ക് സന്തോഷിക്കാം. ഒരു പ്രയാസം ഒരു മനുഷ്യന് വരുമ്പോൾ അവന് സന്തോഷിക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയാണെങ്കിൽ? ക്ഷമ അവലംബിക്കുന്നവനാണെങ്കിൽ. അവരുടെ പ്രത്യേകത എന്താണ്? അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിച്ചാൽ, എന്തെങ്കിലും തരത്തിലുള്ള മുസീബത്തുകൾ അവർക്ക് വന്നുപെട്ടാൽ, ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവരവിടെ പറയുന്നൊരു കാര്യമുള്ളൂ, ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, അവങ്കലേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ടവരുമാണ് എന്നുള്ളത്. കാരണം ഇവിടെ നമുക്കുള്ള പരീക്ഷണങ്ങളും ഇവിടെ നമുക്കുണ്ടാകുന്ന ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ നമ്മൾ മരിക്കുന്നതോടുകൂടി തീരുന്നതാണ്. അതിനുശേഷമുള്ള ലോകത്തേക്ക് നന്മകൾ വിതക്കുവാൻ, അവിടെ നന്മകൾ കൊയ്യുവാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ക്ഷമയാണ് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ ഒരു
കാര്യമാണ്, അങ്ങനെയുള്ളൊരു ചിന്താഗതിയാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മളൊക്കെ അള്ളാഹുവിൽ നിന്ന് വന്നവരാണ്, അവങ്കലേക്ക് തന്നെ മടങ്ങിപ്പോകാനുള്ളവരാണ്. ഈ ഭൗതികമായ ലോകത്ത് കേവലമായൊരു സമയം മാത്രം ജീവിക്കുവാൻ വേണ്ടി അവസരം ലഭിച്ചിട്ടുള്ളവരാണ് എന്ന ബോധത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവർക്ക് അള്ളാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യമുണ്ടാകും, അവർക്ക് സമാധാനത്തിന്റെ ശാന്തിയുടെ പ്രാർത്ഥനകൾ ഉണ്ടാകും. ഉലൈകഹുമുൽ മുഹ്തദൂൻ, അവർ തന്നെയാണ് സന്മാർഗം സിദ്ധിച്ചിട്ടുള്ള ആളുകൾ എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് പരീക്ഷണങ്ങൾ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും മനുഷ്യന്മാർ പറയാനുള്ള ഒരു കാര്യം എന്താണ്? അടിക്കടി ഇങ്ങനെ പരീക്ഷണം വരും, ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ ഒന്ന്. അപ്പോൾ ആളുകൾ പറയും, എന്താ അള്ളാഹ്ക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിട്ടാണോ? എന്നോട് മാത്രം എന്താ അങ്ങനെ? ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ നോമ്പ് നോക്കുന്നുണ്ടല്ലോ, ഞാനൊരു ഹറാമായ കാര്യങ്ങളും ചെയ്യുന്നില്ല, എൻ്റെ സമ്പാദ്യത്തിൽ ഹറാമുകൾ കലർന്നിട്ടില്ല, ഞാൻ പരമാവധി അള്ളാഹിനെ സൂക്ഷിച്ചാണ് ജീവിക്കുന്നത്, എന്നിട്ടും എനിക്കെന്തേ ഇങ്ങനെ പരീക്ഷണം അല്ലേ? എന്നാൽ നമ്മൾ അങ്ങനെയാണോ ചിന്തിക്കേണ്ടത് എന്നുള്ളത് പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. നമ്മുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അയ്യുൻ നാസി അശദ്ദു ബലാഅൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹിന്റെ ദൂതരെ ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ആരാണ്? ആരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംശയങ്ങൾക്കും ഇടയില്ലാത്ത വിധം മറുപടി പറഞ്ഞു, ഖാല അൽ അംബിയ, ഏറ്റവും അധികം അള്ളാഹു പരീക്ഷിച്ചിട്ടുള്ളത് അമ്പിയാക്കളെയാണ് എന്നാണ്. അമ്പിയാക്കളെയാണ്. അവ എന്താ? അള്ളാഹുവിനോട് ദേഷ്യം ഉണ്ടായതുകൊണ്ട്. ജനങ്ങൾക്കിടയിൽ നിന്ന് ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകളെ അള്ളാഹു തെരഞ്ഞെടുക്കാൻ, പ്രവാചകന്മാരായിട്ട് തെരഞ്ഞെടുക്കാൻ. ആ ആളുകൾക്ക് അള്ളാഹുവിന് അവരോട് വിരോധം ഉണ്ടായതുകൊണ്ടാണോ? അല്ല, അവരെ അള്ളാഹു പരീക്ഷിക്കുന്നതാണ്. ഏറ്റവും അധികം അള്ളാഹു പരീക്ഷിക്കും. ആ ചരിത്രങ്ങളോട് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ മതി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള സകലമാന പ്രവാചകന്മാരുടെയും ചരിത്രത്തെ പരിശോധിച്ചാൽ അവരൊക്കെ പരീക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകും. ഇബ്രാഹിം നബിക്ക് കിട്ടിയ പരീക്ഷണങ്ങൾ, അതേപോലെ തന്നെ നൂഹ് നബിയുടെ പരീക്ഷണങ്ങൾ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പരീക്ഷണങ്ങൾ, യാക്കൂബ് നബിയുടെ പരീക്ഷണങ്ങൾ. ആലോചിച്ച് നോക്കൂ, സ്വന്തം മകനെ, ഒരു കുഴപ്പമില്ലാത്തൊരു മകനെ നഷ്ടപ്പെട്ട വാർത്ത അദ്ദേഹത്തിന്റെ ചെവിയിലേക്ക് വരാൻ ഒരു കുഴപ്പമില്ല. സഹോദരങ്ങള്, ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, ഞങ്ങൾ അവനെ സംരക്ഷിച്ചു കൊള്ളാം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയതാണ്. തിരിച്ചു വരികയാണെന്ത്? ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അല്ലേ? അവിടെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷിക്കപ്പെട്ട പരീക്ഷണം എന്താ? സന്താനങ്ങളെ നഷ്ടപ്പെടുന്ന പരീക്ഷണമാണ്. അവിടെ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് ഖുർആൻ എടുത്തു കൊടുത്തത്, വസ്വബറുൻ ജമീൽ. വസ്വബറുൻ ജമീൽ, നല്ല ഭംഗിയുള്ളൊരു ക്ഷമ. എന്തായിരിക്കും ആ ക്ഷമ അല്ലേ? സ്വന്തം മകൻ നഷ്ടപ്പെട്ടൊരു വാപ്പ പറയുന്നത് സുബറുൻ ജമീൽ, നല്ല ഭംഗിയുള്ളൊരു ക്ഷമ. ആ ക്ഷമയാണ് അള്ളാഹു നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ആ ക്ഷമയാണ് നമുക്കുണ്ടാകേണ്ടത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിടേണ്ടി വന്നിട്ടുള്ള പരീക്ഷണങ്ങൾ ആലോചിച്ചു. എന്തെല്ലാം തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായി? അനാഥത്വത്തിന്റെ കയ്പ് നീരിലാണ് അദ്ദേഹം ജീവിച്ചത്. താങ്ങും തണലുമായി നിന്ന ഓരോ ആളുകളും, ഒരാള് മരണപ്പെടുമ്പോൾ അടുത്ത ആളുണ്ടെന്ന് വിചാരിക്കും, അയാൾ മരണപ്പെടാൻ. സ്വന്തം കുടുംബങ്ങളിൽ നിന്ന്, ഉമ്മയുടെ നാട്ടുകാരിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്ന് എറിഞ്ഞോടിക്കപ്പെടുന്ന സാഹചര്യം ത്വായിഫിന്റെ മലമടക്കുകളിലൂടെ പ്രവാചകൻ നടന്നുകൊണ്ടായില്ലേ? ഇങ്ങനെയുള്ള നിരവധിയായ പരീക്ഷണങ്ങൾ അവരൊക്കെ നേരിടേണ്ടി വന്നു. പല ആളുകളും പറയാനുള്ള കാര്യമാണ് എന്ത്? 1-2 ദിവസമൊക്കെ രോഗമായി കിടക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു പരീക്ഷണം തന്നെ. ഒരു രോഗം വന്നു, ഒരു 5 ദിവസം 6 ദിവസമൊക്കെ പനിച്ചു, പനി മാറുന്നില്ല, എത്ര ദിവസമായി എന്ന് പറയാൻ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ പരീക്ഷണത്തെ കുറിച്ച് നമ്മൾ പരിശോധിച്ചു നോക്കൂ. 12 വർഷക്കാലമാണ് ഒരാളെ രോഗം കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചത് എന്നാണ്. ഒരിക്കൽ പോലും അള്ളാഹുവിനെ തള്ളിപ്പറയുന്ന, അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന എന്തൊരു അസുഖാണിത്, എന്തൊരു ഇടങ്ങേറാണിത്, പണ്ടാറടങ്ങാൻ എന്നൊരു വർത്തമാനം അദ്ദേഹം പറഞ്ഞിട്ടില്ല. മറിച്ച് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞല്ലോ, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനി അദ്ദുർ വഅൻത അർഹമുർ റഹീമീൻ. പടച്ചോനെ, നീ കരുണയുള്ളവനാണ് കേട്ടോ, കരുണയുള്ളവരുടെ കൂട്ടത്തിൽ ഏറ്റവും കരുണയുള്ളവൻ നീയാണ് കേട്ടോ, എനിക്കൊരു അസുഖം ബാധിച്ചിട്ടുണ്ട് എന്ന് 12 വർഷ കാലഘട്ടം അസുഖങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. ആലോചിച്ച് നോക്കൂ, അവർക്കൊക്കെ പിന്നീട് എന്താ സംഭവിച്ചത്? അവരുടെ ആ ക്ഷമയുടെ പരിണിത ഫലം എന്തായിരുന്നു എന്നുള്ളതാണ്. ഒരുപാട് കന്നുകാലികളും കൃഷിയിടങ്ങളും സമ്പത്തുമൊക്കെ ഉള്ള ആളായിരുന്നു എന്നാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഭാര്യമാരെല്ലാം വിട്ടേച്ചു പോയി, ഒരാൾ മാത്രം ബാക്കിയായി എന്നുള്ളതാണ്. എല്ലാം നഷ്ടമായി. അദ്ദേഹം ക്ഷമിച്ചു, അങ്ങേറ്റത്തെ ക്ഷമ അദ്ദേഹം അവലംബിച്ചു.
അതിൻ്റെ പരിണിത ഫലമായി പിന്നീട് ഖുർആൻ പറയുന്ന എന്താ, അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ടതെല്ലാം അല്ലാഹു തിരിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, അതുപോലെ തന്നെ വേറെയും കൊടുത്തു എന്നാണ്. നഷ്ടപ്പെട്ടതിനേക്കാൾ മടങ്ങുകളായി പടച്ചറബ് കൊടുത്തു എന്നാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് യൂസുഫ് നബി നഷ്ടപ്പെട്ടു. പിന്നീട് അടുത്ത മകനെയും നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി, ജയിലിൽ അടക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞെന്താ, അവരെ എല്ലാവരെയും എനിക്ക് തിരിച്ചു കിട്ടും, അങ്ങനെ സാഹചര്യം ഉണ്ടാവും അല്ലെ, അവരൊക്കെ എനിക്ക് തിരിച്ചു കിട്ടും. ആ സമാധാനത്തിന്റെ, ആ സ്വബറുൻ ജമീലിന്റെ പരിണിത ഫലം എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സിംഹാസനത്തിൽ ഇരുത്തിക്കൊണ്ട് മറ്റുള്ള മക്കൾ സുജൂദ് ചെയ്യുന്ന സാഹചര്യം, നേരത്തെ കണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിലൂടെ കാണിച്ചു കൊടുക്കണം. ക്ഷമിക്കുന്നവർക്ക് അതിലുള്ള പരിണിത ഫലങ്ങൾ അവരുടെ ജീവിത കാലഘട്ടത്തിലും നാളെ പരലോകത്തും അവർക്കുണ്ടാകുക തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന ഏറ്റവും അധികം അള്ളാഹു പരീക്ഷിക്കുന്നത് അമ്പിയാക്കളെയായിരിക്കും. കൊണ്ട് പറഞ്ഞു സുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നെ അതുപോലെയുള്ള ആളുകളെ. വേറെ ചില റിവായത്തുകളിൽ സുമ്മ സ്വഹാബ സുമ്മ സ്വാലിഹൂൻ, പ്രവാചകന്മാരെ പരീക്ഷിക്കും. അതേപോലെ തന്നെ പ്രവാചകന്മാരിൽ വിശ്വസിച്ച ആളുകളെയും പരീക്ഷിക്കും. പിന്നീട് അവരെ തുടർന്ന് വരുന്ന സ്വാലിഹീങ്ങളായ ആളുകളെ പരീക്ഷിക്കും. ഇതിന്റെ വിശദീകരണങ്ങളിൽ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. വളരെ ചോക്കൂ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത അവർ പരീക്ഷിക്കപ്പെട്ടത് എങ്ങനെ? ഫിർഔനിന്റെ ക്രൂരമായ പീഡനങ്ങൾ കൊണ്ട് അവർ പരീക്ഷിക്കപ്പെട്ടു. വസുൽസിലു എന്നാണ് ഖുർആൻ പറഞ്ഞത്. കിടുകിട വിറപ്പിക്കപ്പെട്ടു. ഭൂമി കുലുക്കം പോലെ കിടുകിട വിറപ്പിക്കപ്പെട്ട പരീക്ഷണങ്ങൾ അവർക്കുണ്ടായി. എന്നിട്ട് അവർ ചോദിച്ചു എന്നാണ്, അവരും അവരിൽപ്പെട്ട പ്രവാചകന്മാരും, മത്താ നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചോദിക്കുമാറുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ കൊടുക്കും. അവരൊക്കെ മോശക്കാരായതുകൊണ്ടാ? അള്ളാഹ്ക്ക് അവരോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായതുകൊണ്ടാ? അതൊന്നുമല്ല. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഫയുബ്തലർ റജുലു അലാ ഹസ്ബി ദീനിഹി, ഓരോ മനുഷ്യനും അവന്റെ ദീനിനനുസരിച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ അവന് കിട്ടുന്ന, അവന്റെ ദീനിനനുസരിച്ചുകൊണ്ടുള്ള പരീക്ഷണം ഉണ്ടാവും. എന്താണത്? പ്രവാചകൻ തന്നെ വിശദീകരിച്ചു. ഫൈൻ കാന ഫീ ദീനിഹി സ്വൽബൻ ഇസ്തദ്ദ ബലാഉഹു, ഒരു മനുഷ്യൻ നല്ല ശരിയായ നിലക്ക് ദീനൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് എങ്കിൽ, ഒരാൾക്ക് നല്ല ഈമാനുണ്ട്, അയാളുടെ മതത്തിൽ അദ്ദേഹം വളരെ കണിച്ചത പുലർത്തിക്കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, ഇസ്തദ്ദ ബലാഉഹു, അതിനനുസരിച്ച് കട്ടി കൂടിയ പരീക്ഷണങ്ങൾ അല്ലാഹു കൊടുക്കും. ഓൻ എങ്ങനെയുണ്ട്, ഓൻ ക്ഷമിക്കുന്നുണ്ടോ, ഓന് എന്റെ മാർഗം വിട്ടുപോകുന്നുണ്ടോ? പല ആളുകൾ എന്താ ചെയ്യുക, പരീക്ഷണങ്ങൾ 1, 2, 3 വരുമ്പോൾ അങ്ങനെ ഈമാനൊക്കെ ആയിട്ട് പുറകെ പിടിച്ചിരിക്കും. ഒരു 5-6 പരീക്ഷണം തുടരെ വരുമ്പോൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കും, അനക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിരിക്കണം, ഇതൊന്ന് അവിടെ പോയോക്ക്, ആ ജാറത്തിലൊന്ന് പോയോക്ക്, ആ തങ്ങളടുത്തൊന്ന് പോയോക്ക്, ആ ബീവിന്റെ അടുത്തൊന്ന് പോയോക്ക്. ആ പരീക്ഷണങ്ങൾ മാറാൻ അത് ഉപകരിക്കുന്നു പറയുമ്പോൾ അയാളെ ഈമാൻ അവിടെ പരീക്ഷിക്കപ്പെടാൻ, അവിടെ ചഞ്ചലമാകാൻ പലപ്പോഴും ആളുകൾ അള്ളാഹുവിന്റെ മാർഗം വിട്ടുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പോകാൻ അത് കാരണമാകാൻ. അതുകൊണ്ടാണ് ദീനുള്ള ആളുകളാണോ അവർക്ക് കൂടുതൽ പരീക്ഷണം ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ ചില ആളുകളുണ്ട് അവരുടെ ദീനിൽ എന്താ, ഫീ ദീനിഹി റിഖത്തുൻ, ചില ആൾക്കാർക്ക് അവരുടെ ദീനിൽ ചില മയങ്ങളൊക്കെ ഉണ്ട്, ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ട്, അങ്ങനെയാകാം എന്നൊക്കെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതിനനുസരിച്ചുള്ള പരീക്ഷണങ്ങളെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് തുടരെയായി പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിൻ വൽ മുഅ്മിന, ഒരു വിശ്വാസിക്കും ഒരു വിശ്വാസിനിക്കും പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. തുടരെയായി പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഫീ നഫ്സിഹി, അവന്റെ സ്വന്തം ശരീരത്തിലുണ്ടാകും രോഗങ്ങൾ ഉണ്ടാകും, കഷ്ടപ്പാടുകൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ വവലദിഹി, അവന്റെ മക്കളിൽ പരീക്ഷണം ഉണ്ടാകും. വമാലിഹി, അവന്റെ സമ്പത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഹത്താ യൽഖല്ലാഹു തആല വമാ അലൈഹി ഖതിയ, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ പരീക്ഷണം ഉണ്ടാവും. എന്നാൽ മരിക്കുന്നത് വരെ പലതരത്തിലുമുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു കൊടുത്തുകൊണ്ടിരിക്കും. അതിനൊരു ഇടതടവുണ്ടാവില്ല എന്നാണ്. ഒന്ന് കഴിയുമ്പോഴത്തിന് ഒന്ന് വരും, ഒന്ന് തീരുമ്പോഴത്തിന് ഒന്ന് വരും, അങ്ങനെ പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങളെ അവൻ പിടിച്ചു നിൽക്കുന്നുണ്ടോ എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് എന്നുള്ളതാണ്. എല്ലാ ആൾക്കാർക്കും പരീക്ഷണം ഉണ്ടാവും. വിശ്വാസികളാകണമെന്നില്ല, അല്ലാത്തവർക്കും പരീക്ഷണം ഉണ്ടാവും, അല്ലാത്ത ആളുകൾക്കും പരീക്ഷണം കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ വിശ്വാസികൾക്ക് കിട്ടുന്ന ഒരു ഗുണമുണ്ട്, ഒരു അത്ഭുതമുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അജബൻ ലി അംറിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത്, അത്ഭുതകരമാണ് അവന്റെ കാര്യം. എന്താണ് അതിന്റെ കാര്യം? എന്തുകൊണ്ടാണ് അങ്ങനെ അത്ഭുതമായിട്ട് പറയാനുള്ള കാരണം? ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന് എങ്ങനെ ആയാലും അവന് നേട്ടമാണ്.
എന്തായാലും അവന് നേട്ടമാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽമുഅ്മിൻ. ഒരു വിശ്വാസിക്കല്ലാതെ അങ്ങനത്തെ ഒരു നേട്ടമില്ല. വേറെ ആർക്കും ഇങ്ങനെ ഒരു ഗുണമില്ല, വിശ്വാസിക്ക് മാത്രമേ ഉള്ളൂ. എന്താണ് അതിന്റെ കാരണം? ഇൻ അസ്വാബതു സറാഉ ശക്കറ. എന്തെങ്കിലും തരത്തിലുള്ള സന്തോഷകരമായ അവസ്ഥ അവനുണ്ടായാൽ അവൻ നന്ദി കാണിക്കും. ശക്കറ, അവൻ നന്ദി കാണിക്കും. അമിതമായ ആവേശമല്ല, അമിതമായ ആഹ്ലാദ പ്രകടനങ്ങളല്ല. നമുക്ക് വേണ്ടത് എന്താണ്? നന്ദിയാണ്. അല്ലെ, ഒരാൾക്ക് നല്ല നേട്ടം കിട്ടി, നല്ല ഗുണങ്ങളുണ്ടായി, അയാളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ശാരീരികമായ സന്താനങ്ങളിലൊക്കെയുള്ള അഭിവൃദ്ധികൾ അവർക്ക് ലഭിച്ചാൽ അതിനനുസരിച്ചുള്ള നന്ദി അയാൾ കാണിക്കണം എന്നുള്ളതാണ്. അത് ഫകാന ഖൈറൻ ലഹു, അപ്പോൾ അത് അവന് നന്മയാകും. അവന് നേട്ടം കിട്ടി, അള്ളാഹു അവന് അനുഗ്രഹങ്ങൾ കൊടുത്തു, നിഅമത്തുകൾ കിട്ടി, ആ നിഅമത്തുകൾ അവന് കിട്ടി, അതിന് നന്ദി കാണിച്ച ഗുണം അവന് കിട്ടി. വഇൻ അസാബതുഹു ദറ, ഇനി അവന് ദോഷകരമായി തോന്നുന്ന വല്ല കാര്യങ്ങളാണ് അവന് ഉണ്ടായതെങ്കിലോ, എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായി, എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായി, അപ്പോഴോ സ്വബറ, അവൻ ക്ഷമിക്കുകയും ചെയ്യും. ഫകാന ഖൈറൻ ലഹു, അപ്പോഴും അവൻ അവിടെ ഗുണമുണ്ടായിരുന്നു. അവന് പരീക്ഷണം ഉണ്ടായി, യാഥാർത്ഥ്യമാണ്. ആ പരീക്ഷണത്തെ അവൻ ഉൾക്കൊണ്ടു. ഇത് അള്ളാഹു തന്നതാ, എന്നെ പരീക്ഷിക്കാനാ, അതുകൊണ്ട് ഈ പരീക്ഷണത്തിൽ ഞാൻ ക്ഷമ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അതും അവന് ഗുണമാണെന്നുള്ളതാണ്. നന്മയായാലും കോട്ടമായാലും ഗുണം ലഭിക്കുന്നത് വിശ്വാസികൾക്ക് മാത്രമായിരിക്കും, ക്ഷമിക്കുന്നവർക്ക് മാത്രമായിരിക്കും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. വീണ്ടും പ്രവാചകൻ നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ പ്രവാചകൻ പറയുന്നുണ്ട്, മാ മിൻ മുസീബത്തിൻ യുസാബു ബിഹാ അൽ മുസ്ലിം. ഒരു വിശ്വാസി പരീക്ഷിക്കപ്പെടുന്നു എന്തെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങൾ കൊണ്ട്, ഇല്ലാ കുഫിറ ബിഹാ അൻഹു ഹത്ത ശൗകതു യുശാഖുഹാ, അവന് അതുകൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടല്ലാതെ പോവുകയില്ല. അവന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നതാണെങ്കിൽ പോലും. വേറെ റിവായത്തിൽ വിശദീകരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദുഃഖങ്ങൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, കഷ്ടപ്പാടുകൾ ഉണ്ടാകാം, ഇതൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാ പ്രയാസങ്ങളും ഉണ്ടാകുന്നു. ഹത്ത ശൗകത യുശാഖുഹ, അവന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നതാണെങ്കിൽ പോലും, ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു, അതുകൊണ്ടൊക്കെ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നാണ്. ഒരു കാലിൽ മുള്ള തറച്ച അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. എങ്ങനെ ഉണ്ടായത്? വാണ്ടാറടങ്ങാൻ എന്ന് പറഞ്ഞാൽ ശപിക്കരുത്, എന്തൊരു പ്രയാസാണിത്, എനിക്ക് മാത്രം എന്താ അങ്ങനെ, എനിക്ക് മാത്രം എന്താ അത്ര പ്രയാസം എന്ന് പറഞ്ഞവിടെ ശപിച്ചു പറഞ്ഞാൽ, ശാപവാക്കുകൾ ഉച്ചരിച്ചാൽ ഈ പ്രതിഫലങ്ങൾക്ക് പകരം അവന് നഷ്ടം ഉണ്ടാവുള്ളൂ. അള്ളാന്റെ പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കാൻ അവന് സാധിച്ചില്ല എന്നുള്ളത് മാത്രമേ അവനുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് പരീക്ഷണങ്ങൾ നമുക്കുണ്ടാകും. ആ പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മഹത്തരമായ പ്രതിഫലമുണ്ടെന്നുള്ളതാണ്. വളരെ ഒരു സംഭവം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാൻ സാധിക്കും. നബിയുടെ അടുക്കലേക്ക് ഒരു സഹോദരി വന്നിട്ട് പറയാണ്, നബിയെ, എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ട്. എന്താണ് അസുഖം? പെട്ടെന്ന് ബോധരഹിതയായിട്ട് വീഴാൻ, അപസ്മാരം പോലെയുള്ള ഒരു അസുഖമാണ്. അങ്ങനെ ഞാൻ ഈ അപസ്മാരം പറ്റി വീഴുന്ന സമയത്ത് എൻ്റെ വസ്ത്രങ്ങളൊക്കെ നീങ്ങിപ്പോവുകയും എൻ്റെ ഔറത്ത് വെളിവാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഫദ്ഉല്ലാഹി, അങ്ങനെ എനിക്ക് വേണ്ടി പ്രവാചകരെ താങ്കൾ പ്രാർത്ഥിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ നബി പറഞ്ഞു എന്നാണ്, മറുപടി പറഞ്ഞു എന്നാണ്, ഇൻ ശിക്തി സബർതി വലകിൽ ജന്ന, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നീ ക്ഷമിക്കുകയാണ് എങ്കിൽ നിനക്ക് സ്വർഗമുണ്ടാകും. ഈ അസുഖം പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഈ അസുഖം അള്ളാഹു നിനക്ക് മാറ്റിത്തരുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ആകാം. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ദുനിയാവിൽ നിന്ന് നിനക്ക് ഈ അസുഖം ഭേദമായിട്ട് അങ്ങനെ നിനക്ക് മരിച്ചു പോകാം. അതല്ല, ഈ അസുഖത്തോടു കൂടി നിനക്ക് മരിച്ചു പോയാൽ അതിൽ നീ ക്ഷമാവലംബിക്കുന്നതിന്റെ ഭാഗമായി നിനക്ക് സ്വർഗമുണ്ടാകും. ഏത് വേണമെന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു എന്നാണ്, അസുഖം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നില്ല, ഞാൻ ബോധരഹിതയായി വീഴുമ്പോൾ എൻ്റെ ഔറത്ത് മറ്റുള്ളവർ കാണുന്നതിൽ നിന്ന് എനിക്ക് രക്ഷ നേടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവരുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ കാണാൻ പറ്റും. അവരുടെ ക്ഷമക്ക് അള്ളാഹു പകരമായി സ്വർഗമാണ് നൽകുന്നത് എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ, ക്ഷമിക്കേണ്ട സമയത്ത് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞിട്ടാണ് ചീത്ത വിളിക്കേണ്ടതിലൊക്കെ ചീത്ത പറഞ്ഞ്, അള്ളാനും ചീത്ത പറഞ്ഞ്, ബാക്കിയുള്ളവരൊക്കെ ചീത്ത പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ക്ഷമിക്കാൻ. ആ ക്ഷമ കൊണ്ടെന്നാണ് കാര്യം, അല്ലെ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ ഖബറിനടുക്കൽ ഇരുന്നു കൊണ്ട് കരയുന്നതായിട്ട് കണ്ടെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഇത്തഖില്ലാഹ വസ്ബിരി, പെണ്ണെ അള്ളാനെ സൂക്ഷിക്ക്, നീ ക്ഷമിക്ക് എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു എന്നാണ്, ഇലൈക അന്നി
ഫഇന്നക ലം തുസിബ് ബിമുസീബത്തി. എന്നെ ബാധിച്ച പ്രശ്നം നിങ്ങൾക്ക് ബാധിച്ചില്ലല്ലോ, എനിക്ക് ബാധിച്ച പ്രശ്നം എന്താ നിങ്ങൾക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാനിവിടെ കരയണി നിങ്ങളൊന്നും പറയണ്ട എന്നുള്ള നിലക്ക് അവർ പറഞ്ഞു. വലം തഅരിഫുഹു, നബിയാണെന്നത് മനസ്സിലായില്ല. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ വന്നത് നബിയാണെന്ന് മനസ്സിലായതും. അങ്ങനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞ ലം അഅരിഫുക, നബിയെ അങ്ങേ എനിക്ക് മനസ്സിലായില്ല, നിങ്ങളാണ് പറഞ്ഞതെന്ന് മനസ്സിലായില്ല അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു എന്നാണ് ഇന്നമസ്സബ്റു ഇൻദ സ്വദമത്തിൽ ഊല, ആദ്യഘട്ടത്തിൽ തന്നെ ക്ഷമിക്കുവാൻ സാധിക്കണം, ക്ഷമിക്കാൻ സാധിക്കണം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാം, നിങ്ങൾക്കൊക്കെ അറിയാം, ഇത് പറയാൻ വളരെ എളുപ്പമാണ്, ക്ഷമിക്കണം എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കാര്യം വരണം, ഇതൊക്കെ എനിക്ക് വരാനുള്ളതാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. ഇതൊക്കെ എനിക്ക് നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടതാണ്. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടോ, നന്മകളും കോട്ടങ്ങളും ഉണ്ടോ, അതൊക്കെ തന്നെയും എനിക്ക് നേരത്തെ രേഖപ്പെടുത്തി വെച്ചതാണ്, നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചതാണ്. അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കും. പിന്നെ ഞാൻ കരഞ്ഞതുകൊണ്ടോ നെഞ്ചത്തടിച്ച് നിലവിളിച്ചത് കൊണ്ടോ എല്ലാം നഷ്ടമായി എന്ന് വേവലാതിപ്പെട്ടത് കൊണ്ടോ ആവലാതിപ്പെട്ടത് കൊണ്ടോ ആ വന്ന മുസീബത്ത് മാറാൻ പോണില്ല. മറിച്ച് അവിടെ ക്ഷമിക്കുവാനാണ് നമുക്ക് സാധിക്കേണ്ടത്. അള്ളാഹു അതാണ് നമ്മളോട് കൽപ്പിക്കുന്നത്, വസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, ക്ഷമ അവലംബിക്കുക, മുഹ്സിനീങ്ങളുടെ പ്രതിഫലം ഒരിക്കലും അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുകയില്ല. ഫസ്ബിർ കമാ സ്വബറ ഉലുൽ അസ്മി മിനർ റുസുൽ, ഏറ്റവും ഉത്കൃഷ്ടരായ ശക്തമായ മനസ്സിന്റെ ഉടമകളായ പ്രവാചകന്മാരുടെ ക്ഷമ പോലെ നിങ്ങൾ ക്ഷമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ക്ഷമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മഹത്തരമായ പ്രതിഫലങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നത്. നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളിലും മുസീബത്തുകളിലും ക്ഷമിക്കുമ്പോൾ അതിൽ നമുക്ക് നന്മയുണ്ടാകും. ആ നന്മയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്നുള്ളതാണ്. ക്ഷമയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങളുടെ നന്മകളെ കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ ഇന്ന നന്മ കിട്ടും, ഇന്ന പ്രതിഫലങ്ങൾ കിട്ടും എന്നൊക്കെ. പക്ഷേ കണക്കില്ലാത്ത പ്രതിഫലം കിട്ടുന്ന ഖുർആൻ പറഞ്ഞൊരു കാര്യമാണ്, കണക്കില്ലാത്ത പ്രതിഫലം. ഏതാണ്? ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നത് ക്ഷമ അവലംബിക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. ക്ഷമ പല മേഖലകളിലും വേണ്ടി വരും, കാരണം അത് വലിയ പ്രയാസമാണ്, ക്ഷമിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ക്ഷമ അവലംബിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കണക്കില്ലാത്ത പ്രതിഫലം കിട്ടുന്നതാണ്. പല രംഗങ്ങളിലും ക്ഷമ വേണം. തെറ്റുകുറ്റങ്ങൾ ചെയ്യാതിരിക്കാൻ ക്ഷമ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അസ്സബ്റു അലൽ മഅസിയ്യ, തെറ്റായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും, സാഹചര്യങ്ങൾ ഉണ്ടാകും, തെറ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യം കിട്ടും. ആ സാഹചര്യങ്ങൾ കിട്ടുന്ന സമയത്ത് അതിൽ പോകാതെ ക്ഷമിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കുന്ന ആളുകൾക്ക് അതിന് പോലും പ്രതിഫലം ഉണ്ടെന്നാ. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടും തെറ്റ് ചെയ്യാതെ അള്ളാനെ ഭയപ്പെട്ടുകൊണ്ട് തിരിഞ്ഞു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നാളെ അർശിന്റെ തണൽ പോലും ലഭിക്കുന്ന പ്രതിഫലങ്ങൾ അവർക്കുണ്ടെന്നുള്ള അത് ക്ഷമയുടെ ഭാഗമാണ്, ഒരു ക്ഷമയുടെ ഭാഗമാണ്. ഒരു ഹദീസിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, 7 വിഭാഗം ആളുകൾ അർശിന്റെ തണൽ ലഭിക്കുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒന്നതാ തെറ്റ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടായപ്പോൾ അള്ളാനെ പേടിച്ചുകൊണ്ട് മാത്രം ആ തെറ്റിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളതാണ്. തെറ്റിൽ നിന്ന് മാറി നിൽക്കാനൊരു ക്ഷമ വേണം. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കണക്കില്ലാത്ത പ്രതിഫലമാണ് കിട്ടുക എന്നുള്ളത്. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ കണക്കിൽ മനുഷ്യന്മാരെണ്ണ ഏറ്റവും ഒരു വലിയ പ്രയാസം എന്താ? അവനവൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവനവൻ്റെ മക്കൾ മരണപ്പെട്ടു പോകുക, വലിയ പ്രയാസം, താങ്ങാൻ കഴിയാത്ത പ്രയാസമായിരിക്കും. അത്തരത്തിലുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ജീവിതത്തിൽ ഖൈറുകളും ബർക്കത്തുകളും നൽകട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ കുടുംബങ്ങളിൽപ്പെട്ട ബന്ധുമിത്രാദികൾപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ ക്ഷമയുടെ വാക്ക് പറയുന്നവന്റെ പ്രതിഫലം എന്താ, അവർക്ക് കിട്ടുന്ന മഹത്വം എന്താണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഇദാ മാത വലദുൽ അബ്ദ്, ഒരു മനുഷ്യന്റെ മകൻ മരിച്ചു പോകാൻ ഖാല അല്ലാഹുൽ മലായിക, അപ്പോൾ ഈ റൂഹിനെ പിടിച്ചുകൊണ്ടുവന്ന മലക്കുകളോട് അല്ലാഹു ചോദിക്കുന്നതാണ്, ഖബൽതും വലദ അബ്ദി, എൻ്റെ അടിമയുടെ മകനെ നിങ്ങൾ പിടിച്ചെടുത്തുവല്ലേ? ഖബൽതും സമറത ഫുആദിഹി, അവൻ്റെ മനസ്സിൻ്റെ ഒരു ഫലമായിരുന്നു, അവൻ്റെ മനസ്സിൻ്റെ അഭിലാഷവും ആശയും ഒക്കെയായിരുന്ന ആ മകനെ നിങ്ങൾ പിടിച്ചെടുത്തുവല്ലേ? ഫയഖൂലൂന നഅം, അപ്പം മലക്കുകൾ പറയുന്നതാണ് അതെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു അവിടെ പ്രയോഗിച്ചൊരു പ്രയോഗം എന്താ? ഒരു മകനെ വളർത്തി, ഒരു മരം, ഒരു തൈ നട്ടു വളർത്തി അതിങ്ങനെ വലുതായി വരുമ്പോൾ ഒരു സന്തോഷം, അതിൽ പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷം, അതിൽ നല്ല മധുരമുള്ള കായ്കൾ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷം. ആ കായ് ഒരാൾ കുറച്ചാണ് കൊണ്ടുപോകണം. ആ മകൻ താലോലി ചോമനിച്ച് വളർത്തിയ മകൻ തനിക്ക് താങ്ങും തണലുമായി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ മകൻ അല്ലാഹു അവൻ്റെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോകാൻ ആ മലക്കുകളോട് അല്ലാഹു ചോദിക്കുന്നതാണ്.
എന്നിട്ട് ഈ മലക്കുകൾ പറയുന്ന അതെ, ഞങ്ങളങ്ങനെ പിടിച്ചുകൊണ്ടെന്നു, വലിയ പ്രയാസമുണ്ട്, അയാളെ സംബന്ധിച്ചുള്ള വലിയ വേദനയുണ്ട്, അയാളുടെ ജീവിതത്തിന്റെ വലിയൊരു പ്രതീക്ഷയാണ് അവിടെ ഇല്ലാതായത്, ആ ഒരു സമയത്താണ് അയാൾ മരണപ്പെടുന്നത് അല്ലെ. അള്ളാഹു ചോദിക്കുന്നതാണ് മാതാ കാല അബ്ദി, ഇങ്ങനെ അവന്റെ മകന്റെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോയപ്പോ എന്റെ അടിമ എന്താണ് പറഞ്ഞത്? ഫയഖൂലൂന, അപ്പോൾ ആ മലക്കുകൾ മറുപടി പറയുന്നതാണ് ഹമിദക വസ്തർജ, ആ അടിമ നിന്നെ സ്തുതിച്ചു, എന്നിട്ട് ഇസ്തിർജ നടത്തി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അത് ആർക്കേ പറയാൻ പറ്റുള്ളൂ? അങ്ങേയറ്റത്തെ ക്ഷമയുള്ളവർക്ക് മാത്രമേ പറയാൻ കഴിയൂ. അൽഹംദുലില്ലാ, ഒരു മകൻ മരിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്നാ പറയണ്ടേ. അള്ളാഹു അതിലെന്തെങ്കിലും ഹൈർ വെച്ചിട്ടുണ്ടാകും, എന്തെങ്കിലും ഒരു നേട്ടം അതിലുണ്ടാകും, അള്ളാഹു എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അവന്റെ വിധി അപ്പോഴാണ്, അള്ളാഹു രേഖപ്പെടുത്തിയ ആയുസ് അത്രയാണ്. അവിടെ ആൾ മരണപ്പെടും. അവിടെ നമ്മൾ നിലവിളിച്ചത് കൊണ്ടോ പ്രയാസപ്പെട്ടുണ്ടോ അത് നിലവിളിക്കാൻ പാടില്ല, കരയാൻ പാടില്ല എന്നല്ല, അതൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, കരുണയുള്ളവർക്കേ കണ്ണീരുണ്ടാവുള്ളൂ. പക്ഷേ അവിടെ അള്ളാഹുവിനെ പഴിക്കുന്ന, വിധിയെ ശപിച്ച് പറയുന്ന വാക്കുകൾക്ക് പകരം അള്ളാഹുവിനെ സ്തുതിച്ചാൽ എന്ത് സംഭവിക്കുന്നതാണ് അള്ളാഹു പറയുന്ന? ഫയഖൂലുല്ലാഹ്, അള്ളാഹു പറയും ഇബ്നു ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, എൻ്റെ ആ അടിമക്കുണ്ടല്ലോ അവന് സ്വർഗത്തിൽ നിങ്ങളൊരു വീട് വെച്ചു കൊടുക്കൂ. വസമ്മൂഹു ബൈത്തൽ ഹംദ്, ആ വീടിനെ ഹംദിന്റെ വീട് നിങ്ങൾ പേരിട്ടോളി, അള്ളാഹിനെ സ്തുതിച്ച വീട് എന്ന് പേരിട്ടോളി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ദുനിയാവില് നമുക്കൊരു വീടുണ്ടായി, അവിടെ നമ്മളെ മക്കളുണ്ടായി, നമ്മൾ മരിക്കണ വരെ നമ്മളെ മക്കളൊക്കെ ഉണ്ടായി എന്ന് വിചാരിച്ച് എത്ര കാലമാണ് ആ ബന്ധങ്ങളും സ്നേഹങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും? നമ്മൾ മരിക്കണ വരെ, അല്ലെങ്കിൽ അവർ മരിക്കണ വരെ. എന്നാൽ പരലോകത്തൊരു ഭവനം, ആ ഭവനത്തിൽ നമ്മുടെ മക്കൾ അനന്തമായ കാലഘട്ടമുള്ള ആ നന്മയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് ക്ഷമ അവലംബിക്കുവാൻ നമ്മൾ ശീലിക്കുക, ക്ഷമിക്കുവാൻ വേണ്ടി നമ്മൾ പഠിക്കുക. ഒരുപാട് നേട്ടങ്ങളാണ് ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വകവെച്ച് തരുന്നത്, അവർക്ക് പകരമായി നൽകുന്നത് കണക്കില്ലാത്ത പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്ന ആളുകൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുന്നത് എന്ന ബോധ്യത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക. ജീവിതമാകുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും, പലതരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അവിടെയൊക്കെ ക്ഷമിക്കുവാനും അള്ളാഹുവിൽ തവക്കുലാക്കുവാനും നമുക്ക് സാധിക്കേണ്ടത്. ആലോചിച്ച് നോക്കൂ, ഒരാൾക്ക് കുറേ പൈസ ഉണ്ടായാൽ അയാൾക്ക് സമാധാനവും ശാന്തി ഉണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റും. ഈ അടുത്ത കാലഘട്ടത്തിലാണ് കേരളത്തിൻ്റെ എല്ലാ വലിയ നഗരങ്ങളിലും ഏറ്റവും തലയെടുപ്പോടുകൂടി നിൽക്കുന്ന വലിയ ഫ്ലാറ്റുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബിൽഡേഴ്സ്, അതിൻ്റെ ഉടമ ആത്മഹത്യ ചെയ്തത്. നഷ്ടങ്ങൾ സംഭവിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവിടെയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ അവരെ അവലംബമാക്കുന്നു. അള്ളാഹുവിനെ അവരെന്ത് ചെയ്യാണ്? തവക്കുലാക്കാൻ. എൻ്റെ കാര്യങ്ങൾ അള്ളാഹു നോക്കിക്കോളും, എൻ്റെ ഈ പ്രതിസന്ധിയെ ഇല്ലായ്മ ചെയ്ത് എൻ്റെ റബ്ബിന് കഴിയും, ഇതൊക്കെ അള്ളാഹിൻ്റെ ഒരു പരീക്ഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമ അവലംബിക്കുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ നേട്ടങ്ങൾ ചിലപ്പോൾ എന്താ നമുക്ക്, നഷ്ടങ്ങളെക്കാൾ വലിയ നേട്ടങ്ങൾ എന്താ നമുക്ക് തരും. ഇനി പരലോകത്താണ് എങ്കിൽ അതിനേക്കാൾ വലിയ നേട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. ആ കണക്കില്ലാത്ത പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കണക്കില്ലാത്ത നേട്ടങ്ങൾ ലഭിക്കുന്ന ക്ഷമാലുക്കളിൽ ഉൾപ്പെടാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരീക്ഷണ ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ, ക്ഷമ അവലംബിക്കുവാനുള്ള കരുത്ത് അല്ലാഹു നമുക്ക് എവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മുൻഗാമികളായ സച്ചരിതരായ ആളുകൾ, പ്രവാചകന്മാർ, സ്വഹാബികൾ, അവരൊക്കെ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാൻ, ജീവിതത്തിലെ പരീക്ഷണങ്ങളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അല്ലാഹു നമുക്ക് എവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾ, നോമ്പുകൾ, നമസ്കാരങ്ങൾ, മറ്റാരാധനാ കർമ്മങ്ങളെല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.